പടം വരച്ചോ. അയ്യേ ഒച്ച ആന്നു. അയ്യേ ഒച്ച. പാല് ഉണ്ട്. ഒരു കവർ വാങ്ങിച്ചത് പോരാൻ രണ്ട് കവർ വാങ്ങിച്ചോളാം. ചേച്ചി യോ സോറി. ഒന്നര വേണോ? പൊട്ടിക്കട്ടെ. തീർക്കല്ലേ. ഒന്നുമില്ല. എന്തുവാ എന്തുവാ? ഇത് കൊള്ളാം കൊള്ളാം. സൂപ്പർ ആയിട്ടുണ്ട്. വഴി സരസ്വതി ദേവി. ആ പാവക്കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. രാമനെ പിണങ്ങിയിരിക്കുന്ന പോലെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പറ്റിയോ? ട്യൂഷന് പോയിട്ട് പറഞ്ഞു തന്നോ അതൊക്കെ? നമ്മുടെ പറമ്പിലെ കോവയ്ക്ക ഇന്ന് അമ്മ അവിടെ എല്ലാം വൃത്തിയാക്കലും പരിപാടികളും ഒക്കെ ആയിരുന്നു. മുറ്റം നിറച്ച് തുളസിക്കാടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കെല്ലാം തൊട്ടാവാടിയുടെ മുള്ളും എല്ലാം കൂടെ മുറ്റം മുഴുവനും കാട് പിടിച്ച്. പിന്നെ ഇന്ന് നമ്മളിവിടെ ജോലിയൊക്കെ ചെയ്യാൻ വിളിക്കുന്ന സുധീഷിനെ വിളിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കി. മഴ കാരണം ഇന്നലെ ചെല്ലാന്ന് പറഞ്ഞത്, ഇന്നലെ തോരാത്ത മഴയായിരുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് 12 മണിയൊക്കെ ആയി. ചെന്നെല്ലാം വൃത്തിയാക്കി എല്ലാം കൊടുത്തു. അപ്പോൾ കോവലൊക്കെ നിന്ന് പടർന്ന് കിടന്നൊക്കെ അമ്മ പറിച്ചു കളഞ്ഞു. അതേ ഉണ്ടായി നിന്ന കോവയ്ക്കാണ്. എന്താണ്, ഞാൻ സൂപ്പർ മാർക്കറ്റിലൊന്നും കയറിയില്ല. നേരെ ഇങ്ങോട്ട് പോയിരുന്നു. പോക്കറ്റ് ചെയ്ത് വളർന്നു. ഇതെടുത്ത് തോർത്തല്ല ടർക്കി. അവിടെ കയറി പതിരിക്കുന്ന കണ്ടൊന്ന് മേടിച്ചത്. ഇത് ഇതുപോലത്തെ ഇടാൻ ഒരുപോലത്തെ 2 എണ്ണം നാളെ മേടിച്ചതാ. പിന്നെ ഇത് 15 രൂപയുള്ളൂ. ഇത് കണ്ടപ്പം സോസ് കൂടി കഴിക്കും. അവിടെ ഇരിക്കുന്ന സോസ് ഏതാന്ന് വെച്ചാൽ വേണ്ട. അലങ്കാരം കയറിയായിരുന്നു. ഞാൻ നമ്മുടെ ടീപ്പോയ്ക്ക് ഒരു വിരി മേടിക്കാൻ വേണ്ടി കയറിയായിരുന്നു. തിരി കത്തിക്കുന്നിടത്തെ ടീപ്പോയും അല്ലാതെ നമ്മൾ സെറ്റിയുടെ കൂടെ ഇട്ടിരിക്കുന്ന ടീപ്പോയും വിരി അന്ന് വന്നപ്പോൾ ഇട്ടിരുന്ന വിരിയാണ്. അതൊന്ന് മാറാമെന്ന് വിചാരിച്ച് ഇത് മേടിച്ചതാണ്. നല്ല നൈറ്റിയുടെ ഡിസൈനിൽ
എനിക്കിതാ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ല അമ്മയുടെ കയ്യിൽ നിന്ന് ഉപ്പുപരത്തി താഴെ വീട് പൊട്ടിയത്, അപ്പൊ അത് വെറുതെ വാങ്ങിക്കണം വേണ്ടി കയറിയതാ. ഞാൻ വലിയ ഡിസൈൻ ഉള്ളതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിരിക്കുന്ന കണ്ടപ്പം ഇത് വാങ്ങിച്ചു. കണ്ട് ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, എളുപ്പം തുറക്കാനും പറ്റും. ഇതോ? ആ അവർക്ക് അച്ചാച്ചനും മോനുകുട്ടനും അല്ലേ വലിയ ഡിസൈൻ ഒന്നും ഇഷ്ടമല്ല, വലിയ കളറുകൾ ഇഷ്ടമല്ല, പുള്ളിയിൽ ഇഷ്ടമല്ല, ഇതുപോലത്തെയൊക്കെ ഇഷ്ടം. നല്ല മഴത്തുള്ളി പോലിരിക്കുന്നു ഇവിടെ അല്ലേ. ഇത് വാങ്ങിക്കാൻ കയറി, അപ്പം ഇത് വാങ്ങിച്ചു. നമുക്ക് നോക്കാം. അടുക്കളയിൽ ഇന്ന് ചോറും മോരും ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഈ കോവയ്ക്ക് നമുക്ക് മെഴുകുവരട്ടി വെക്കാം, മീനും വറക്കാം. ഇതോ? ആ, ഇന്ന് അവിടുത്തെ പൊടി അടിച്ചിട്ടായിരിക്കും മക്കളെ. അമ്മമ്മയുടെ അടുക്കൽ നിന്ന് മൊത്തം ക്ലീനിങ് ആയിരുന്നു, ആ പൊടി അടിച്ചിട്ടായിരിക്കും മോനിക്കുട്ടന്. ഇത് രണ്ടിനും കൂടെ ഉണ്ട് കണ്ടു. രണ്ടത്തേലും ഇടാം നമുക്ക്. മുറിച്ചിട്ട് നമുക്ക് അതിലിടാമേ. അതല്ല പണ്ടത്തെ നമ്മുടെ എന്നിട്ട് പറ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എൻ്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും. കുളിച്ച് ജയിച്ച് വന്നില്ലേ? ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം എനിക്ക് തലയ്ക്കകത്ത് പെരുപ്പുഴ തലവേദന ഒക്കെ ആയിരുന്നേ. എന്നാൽ ആ പനി വന്ന പനിക്ക് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചെങ്കിലും ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഭയങ്കര, രാത്രിയിലെല്ലാം ഭയങ്കര അസ്വസ്ഥതയാണ്. ഉറങ്ങുമ്പോഴെല്ലാം എനിക്കിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ശബ്ദം കേൾക്കത്തില്ല, ഈ വരുവാന്ന് കേട്ടിട്ട്. അതെനിക്ക് എത്രയോ നാളുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു, മാറുന്നേ ഇല്ലായിരുന്നു. ഇന്നലെ ആണെങ്കിൽ രാത്രി മുഴുവൻ ചുമച്ച് ഉറങ്ങാൻ പറ്റിയില്ല പ്രിയങ്ങളെ. അതുകൊണ്ട് തലയ്ക്ക് ഭയങ്കര ഭാരമായിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഇന്ന് ഞാൻ പിന്നെ ഫിസിഷ്യനെ കണ്ടു, കുറെ മരുന്നെല്ലാം കൂടെ തന്നിട്ടുണ്ട്, കഫ് സിറപ്പൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ കഫ് സിറപ്പ് കുടിക്കുന്ന കാര്യം എന്നെ കൊല്ലുന്നത് പോലാണ്. അത് മാത്രം എനിക്ക് പറ്റത്തില്ല പ്രിയങ്ങളെ. എനിക്ക് പണ്ടേ എനിക്ക് ഈ കഫ് സിറപ്പ് കുടിക്കുന്ന കൊച്ചിലേക്ക് ആണെങ്കിലും എനിക്ക് ശ്വാസം മുട്ടലും പനിയൊക്കെ വന്നാൽ എനിക്ക് എല്ലാ ഗുളികകളും ഞാൻ വിഴുങ്ങിക്കോളാം, പക്ഷെ എനിക്ക് കഫ് സിറപ്പ് കുടിക്കുന്ന കാര്യം മാത്രം എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ RCCയിൽ എനിക്ക് ട്രീറ്റ്മെന്റിലിരുന്ന സമയത്ത് ഇതുപോലെ പനിയായപ്പോൾ കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ RCCയിലെ ഡോക്ടേഴ്സ് വരുന്നത് കൊണ്ട് അവിടെ ആയിരുന്നു നമ്മളെ. ഇടയ്ക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളപ്പോൾ അങ്ങോട്ടായിരുന്നു പോകുന്നത്. അങ്ങനെ പോയപ്പോൾ എനിക്ക് അവിടെ ഒരു ഡോക്ടർ സിറപ്പ് കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയ പ്രശ്നമില്ല, അത്യാവശ്യം എനിക്ക് കുടിക്കാം. ആ മരുന്നാണ് ഞാൻ വാങ്ങാറുള്ളത് ചുമയൊക്കെ വരുമ്പോൾ.
അപ്പൊ ഇത്തവണയും ആ സിറപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഹോൾസെയിലൊന്നും സ്റ്റോക്ക് ഇല്ല. അതുകൊണ്ട് അത് ഇച്ചിരി ഇരിപ്പുണ്ട്. അത് ഇത്രയും ഗുളികകളും തന്നിട്ടുണ്ട്. 4 സൈസ് ഗുളികകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാ ആന്റിബയോട്ടിക്കും ഗുളികകളെല്ലാം കൂടെ തന്നിട്ടുണ്ട്. ഗുളിക തിന്ന് മനുഷ്യൻ രൂപമാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എനിക്ക് പ്രഷർ ലോ ആയിരുന്നു നോക്കിയപ്പോഴേ. പ്രഷർ കൂടിയിട്ടാ തലവേദനയൊക്കെ പറഞ്ഞ് എനിക്കും കൂടെ എന്നെ വഴക്ക് പറഞ്ഞ് പേടിപ്പിച്ച് ബി പി നോക്കാൻ പറഞ്ഞു. ഇന്നാളിൽ എനിക്ക് ബി പി കൂടുതലായിരുന്നു പറഞ്ഞില്ല. അത് തലവേദന കൂടിയത് കൊണ്ടുള്ള ബി പി ആയിരുന്നു പ്രിയങ്ങളെ. അതൊന്നും പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല. എനിക്ക് ബി പി ആയിട്ടാ തലവേദന മാറാത്തെന്നും പറഞ്ഞാണ് എല്ലാരും കൂടെ എന്നെ ഓടിച്ചത്. ബി പി നോക്കിയപ്പോ ഇന്ന് ബി പി ഇല്ല, ബി പി ലോയ. പിന്നെ ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് തലവേദന. അത് മരുന്നെല്ലാം കൂടെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ മോനിക്കുട്ടനങ്ങ് തുമ്മലായിരുന്നു, ഭയങ്കര തുമ്മല്. ഞാൻ പറഞ്ഞില്ല അവിടെ എല്ലാം പൊടി പിടിച്ച് കുറെ ദിവസം കൊണ്ടെല്ലാം അടച്ചിട്ടിരുന്നത് കൊണ്ട് അങ്ങനെ പൊടി പിടിച്ചെടുത്ത് ഇരുന്നിട്ടായിരിക്കും മോനിക്കുട്ടൻ തുമ്മിയത്. പിന്നെ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറി വൈകിട്ട് കുളിച്ചതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു കുളിക്കണ്ട, ഇനി സന്ധ്യക്ക് കുളിച്ച അതിന് തുമ്മല് കൂടിയാലോ എന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ട്യൂഷനൊക്കെ പോയി. എല്ലാവരും എന്നോട് പറഞ്ഞു മോനിക്കുട്ടനെ ഇനിയും കുറച്ച് നാളൂടെ ശ്രദ്ധിക്കണം, സൈക്കിളൊന്നും ചവിട്ടരുതെന്ന്. സൈക്കിളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവന് തന്നെ അറിയാം. ഡോക്ടർ അവനോട് പറഞ്ഞായിരുന്നു കുറെ കൂടെ ദിവസങ്ങളിലൊക്കെ കെയർ ചെയ്യണം, ഇപ്പോഴേ ചാട് കൂടൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കൂൾ അവധിയായതുകൊണ്ട് പിന്നെ ആ ഒരു ഭാഗത്തോട് ചിന്തിച്ചില്ല. എക്സാം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ട്യൂഷന് വിട്ടു. നോട്ടെല്ലാം ടീച്ചർ പറഞ്ഞു കൊടുക്കാം, അത്രയെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പം ഇന്ന് മഴയില്ലാഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു റേഷൻ വാങ്ങിച്ചേക്കാന്ന്. ഈ സാധനങ്ങൾ റേഷൻ കടകളിലൊക്കെ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഈ പ്രാവശ്യത്തെ റേഷൻ നേരത്തെ പിങ്ക് കാർഡുകാരൊക്കെ പോയി വാങ്ങിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് മഴയില്ലായിരുന്നത് കൊണ്ട് ഞാൻ പോയി വാങ്ങിച്ചു. മോനിക്കുട്ടൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ തുമ്മി ഉപ്പാടുവന്നിരിക്കുമായിരുന്നു. പിന്നെ എനിക്ക് സാധനങ്ങളൊന്ന് എടുത്ത് ഇങ്ങോട്ടൊന്ന് പിടിച്ചോണ്ടൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ആരെങ്കിലും വേണം. അതുകൊണ്ട് ഞാൻ മോനിക്കുട്ടിയെ കൂടെ കൊണ്ടുപോയി, എനിക്കൊരു ധൈര്യത്തിന്. അങ്ങനെ റേഷൻ വാങ്ങിച്ച് അമ്മയുടെ അടുക്കിലോട്ട് കൊടുത്തേക്കുന്നു. കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഇരുട്ടി. അമ്മ ഇന്ന് മൊത്തവും ജോലിയായിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ നിൽക്കാതെ കുറേശ്ശെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാ പോരുന്നത്. ഞാൻകുട്ടിയും കുഞ്ഞോനെയും കാണാനൊന്ന് കയറി. അവിടെ പണികളൊക്കെ നടക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ടൈലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളു. പറയുന്നത് പോലെ എടുപിടീന്ന് തീർക്കാനുള്ള അവസ്ഥയല്ലല്ലോ നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഈ നിരങ്ങി നിർത്തി തുടർന്നു വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ മങ്ങി നീങ്ങി നിരങ്ങി നിർത്തിയൊക്കെ വെച്ചിട്ടാണ്. മുഖം കരിയ വെള്ളം കൊണ്ട് എന്റെ മുഖത്ത് തൂക്കണം. ഉപ്പിടുന്നില്ല. കഴിവല്ല വൃത്തിയാണ്. സ്റ്റിക്കറൊക്കെ ഇളകിക്കുന്നത് പൊട്ടുന്നതാ. ആരെയിട്ട് നോക്കുന്നു പൊട്ടുന്നു. ഇത് കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞ അമ്മമ്മടെ കൊടുക്കല്ലേ. ഇതിന്റെ ഒരു പേടിയാവും. നമ്മൾ പൊടികളെ തീരെ ചട്ടിയില്ലേ. നല്ല നല്ല അടിപൊളി കോവയ്ക്കാണ് കണ്ടോ. എരിവുള്ള മുളക് വാങ്ങി എടുത്തപ്പോഴത്തേക്ക്
ഇന്ന് മഴ പെയ്തോ സുചേച്ചി അവിടെ? ആ ആ ആ ഇന്ന് ഇവിടെ നല്ല വെയിലൊക്കെ ആയിരുന്നു, ഒട്ടും പെയ്തില്ല. ആ ആ ആ ആ ആ ആ ആ ആ ആണോ? ആ ആ അല്ല, എങ്ങനെ പോയി ഷാജിയണ്ണൻ? ഷാജിയണ്ണൻ എങ്ങനെ പോയി? റോഡിൽ വെള്ളമല്ലേ? ആഹാ ആ ആ ആ ആ ഓ, കോഴിക്കുട്ടന് ചോറ് വിളമ്പട്ടെ. വാ, കഴിക്ക്. ആര് മാറ്റി? പിന്നെ കുറച്ചുകൂടി കിടക്കുമല്ലേ നീ? ആ, കഴിക്ക്. ഇങ്ങോട്ട് എഴുന്നേൽക്ക്. ചോറ്, മോര്, ചാറ്. നീ മറക്കണ്ടോ? നീ മറക്കില്ല, നീ കണ്ടില്ല. ചോറ് വിളമ്പി, കോവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ മീൻ വറുത്തത്. ശീലമാണ് കേട്ടോ, എയർ ഫ്രയറിനകത്ത് വറുത്ത മീമി. ഇത് കഴിഞ്ഞ ദിവസത്തെ മീൻ ചാറാണ്, കഷ്ണമില്ല, ചാറ്. അമ്മ വെച്ച മീൻകറിയ, സൂപ്പർ ടേസ്റ്റ് ആണ് ചാറിന്, അതുകൊണ്ട് ഞാൻ കളഞ്ഞില്ല പ്രിയങ്ങളി. എന്നാൽ പിന്നെ കഴിക്കട്ടെ. നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.